പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം വെള്ളനാടിൽ 4ാം ക്ലാസ്സുകാരി കഴുത്തിൽ ഷാൾ കുടുങ്ങി മരിച്ച നിലയിൽ മഹേഷ് ശ്രീകുട്ടി ദമ്പതികളുടെ മകൾ ദീക്ഷിതയാണ് മരിച്ചത്. അതേസമയം ദീക്ഷിതയുടേത് ആത്മഹത്യയാണെന്നാണ് പോലീസ് നിഗമനം. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, പറയൂ. തിരുവനന്തപുരം വെള്ളനാടിലാണ് 4ാം ക്ലാസ്സുകാരി കഴുത്തിൽ ഷാൾ കുടുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളനാട് സ്വദേശികളായിട്ടുള്ള മഹേഷ് ശ്രീകുട്ടി ദമ്പതികളുടെ മകൾ ദീക്ഷിതയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ദീക്ഷിതയുടെ മാതാപിതാക്കൾ 2022 മുതൽ അകന്നു കഴിയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളെല്ലാം തന്നെ കോടതിയിൽ നടന്നു വരികയാണ്. കുടുംബത്തിന്റെ ഇപ്പോൾ മാതാവും പിതാവും അകന്നുകൊണ്ടാണ് താമസിക്കുന്നത്. പ്രധാനമായും ഈ രണ്ട് കുട്ടികൾ തമ്മിൽ തർക്കമുണ്ടാവും. ഒരു പേനയുടെ കാര്യം പറഞ്ഞ് തർക്കമുണ്ടാവുകയും തുടർന്ന് കുട്ടിയുടെ അപ്പൂപ്പൻ അതിലെ കുട്ടിക്ക് പേന നൽകുവാൻ വേണ്ടി പറയുകയുമായിരുന്നു. അതിനെ തുടർന്നാണ് ദേഷ്യം വന്ന് കുട്ടി ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുകയുണ്ടായിരുന്നത്. അതിനുശേഷം കുട്ടിയുടെ മാതാവ് വന്ന് ഈ വാതിൽ തുറന്നപ്പോഴാണ് കുട്ടിയെ കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. സംഭവത്തിൽ എന്തായാലും കുട്ടിയുടെ പിതാവിന്റെ കുടുംബം ആരോപണവുമായി രംഗത്ത് വരുന്നുണ്ട്. പ്രധാനമായും ഈ ഭാര്യയുടെ സഹോദരനിൽ നിന്നും വിശ്വാസമില്ല. സഹോദരനാണ് ഈ കുട്ടിയെ കൊന്നതെന്നാണ് ഈ പിതാവിന്റെ കുടുംബം പ്രധാനമായും വ്യക്തമാക്കുന്നത്. എന്നാലും പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. കാളിദാസ്, ഇത് ഈ ഒരു കേസ് ആത്മഹത്യ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണ് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി അവിടുന്ന് കണ്ടെത്തിയത്? പ്രധാനമായും ഈ ഇരു കുട്ടികൾ തമ്മിലുള്ള തർക്കം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പേനയുടെ പേരിൽ തർക്കം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അതായിരിക്കും ഈ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയതെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്ന ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. വെറും നിഗമനം മാത്രമാണ്. അതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് ഈ കുട്ടിയുടെ പിതാവിന്റെ കുടുംബം ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വരുന്നത്. പിതാവിന്റെ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത് കുട്ടിയെ കൊന്നതാണ് എന്ന തരത്തിലുള്ള ആരോപണമാണ് പിതാവിന്റെ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. കേസിൽ അന്വേഷണം നടത്തി വരികയാണ്. അതിനുശേഷം മാത്രമായിരിക്കും എന്തായിരിക്കും യഥാർത്ഥ കാരണം എന്നതിൽ ഒരു വ്യക്തത വൈകിയുള്ളൂ. കാളിദാസ്, ശരി വിനയ, അപ്പോൾ പിതാവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ആരോപണം കൂടിയുണ്ട്. അതായത് ഈ കുട്ടിയുടെ അമ്മാവൻ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരൻ ആണ് കൊന്നത് എന്നുള്ള തരത്തിലൊരു ആരോപണം കൂടി പിതാവിന്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ശരിയല്ലേ വിനയ? തീർച്ചയായും കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ കൊലപ്പെടുത്തിയതായാണ് അച്ഛന്റെ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ 2022 മുതൽ തന്നെ ഈ ദീക്ഷിതയുടെ മാതാപിതാക്കൾ അകന്നു കഴിയുകയാണ്. ഈ വർഷങ്ങളിൽ ഇപ്പോൾ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബത്തിനെതിരെ അമ്മയുടെ സഹോദരനെതിരെ ഇപ്പോൾ പിതാവിന്റെ കുടുംബം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കുട്ടിയുടെ അമ്മയ്ക്കും കുടുംബത്തിനുമെതിരെ അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കൾ പിതാവിന്റെ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ മാതാവ് നൽകിയ മൊഴി അനുസരിച്ചാണെങ്കിൽ മരിച്ച കുട്ടിയും മനുഷ്യത്തെയും കളിക്കുന്ന സമയത്ത് ഇളയ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പേനയ്ക്കായി ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുന്നു. ഈ സമയം കുട്ടിയുടെ അപ്പൂപ്പൻ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. പേന ഇളയ കുട്ടിയുടെ കയ്യിൽ പേന ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ മരിച്ച കുട്ടിയുടെ കയ്യിൽ നിന്ന് പേന വാങ്ങി കൊടുക്കുകയായിരുന്നു. ഇതോടെയാണ് ഈ മൂത്ത കുട്ടിക്ക് ദേഷ്യം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ ബാത്റൂമിൽ പോയി കതവടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് തുറന്നു നോക്കിയപ്പോഴാണ് ഈ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരി വിനയ, എന്തായാലും വല്ലാത്തൊരു അതിദാരുണമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. 4ാം ക്ലാസ്സുകാരിയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ, ഷോൾ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. എന്നാൽ ഇതിൽ നിരവധി ദുരൂഹതകളുണ്ട്, നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കും. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്.